പ്രമേഹം ഒരു മഹാവ്യാധിയാണ്. ഇത് ചികിത്സിച്ചാൽ മാറ്റാൻ ദുഷ്കരമായിട്ടുള്ള ഒരു അസുഖമാണ്. ഇന്നത്തെ നമ്മുടെ കേരളത്തിലെ ഒരു 40 കഴിഞ്ഞ ആളുകളിൽ ഒരു 60% ആളുകൾക്ക് പ്രമേഹത്തിൻ്റെ ഏതെങ്കിലും ഒരു അവസ്ഥ ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട്. ഇത്തരം അധികമായിട്ടും ആളുകളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു അസുഖത്തിന് ആയുർവേദത്തിലെ ചികിത്സ എന്താണ്, ആയുർവേദം എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് പറയാൻ ആണ് ഞാൻ ഇന്ന് ഉദ്ദേശിക്കുന്നത്. ആസ്യാസുഖം സ്വപ്നസുഖം ദധീനി ഗ്രാമ്യോദകം തൂ പരസാപയാംസി നവ അന്നപാനം ഗുഡവൈകൃതം ച പ്രമേഹ ഹേതു കഫകൃത് ച സർവം എന്നാണ് ഈ പ്രമേഹത്തിൻ്റെ ഹേതുക്കളെ പറയുന്നത്. അതായത് ധാരാളം ആഹാരം കഴിക്കുക, ഉറങ്ങുക, പകൽ സമയത്ത് ഉറങ്ങുക, നെയ്യ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ, തൈര് അതുപോലുള്ള കാര്യം, അതിൻ്റെ കൂടെ ശരീരത്തിൻ്റെ എക്സസൈസ് ഇല്ലായ്മയും ഇതൊരു വലിയൊരു റീസണായിട്ട് വരാറുണ്ട്. ഇത് വന്നു കഴിഞ്ഞാൽ 3 കാറ്റഗറി ആയിട്ടാണ് നമ്മൾ പ്രമേഹത്തെ തിരിക്കുക. പ്രമേഹം എന്ന വാക്കിൻ്റെ അർത്ഥം ഒഴുക്കുന്നാണ്. മെഹ് എന്ന ധാതു ഉദ്ദേശിക്കുന്നത് ഒഴുക്ക് എന്നാണ്, ശരീരത്തിൽ നിന്ന് ഒഴുക്ക്. അപ്പോൾ അതായത് മൂത്രത്തിൻ്റെ ഒഴുക്കാണ് ഉദ്ദേശിക്കുന്നത്. പലതരത്തിലുള്ള മൂത്രം പല രീതിയിൽ പ്രമേഹ രോഗികൾ കാണപ്പെടാറുണ്ട്. അത് വച്ചിട്ടാണ് പ്രമേഹത്തിൻ്റെ ക്ലാസിഫിക്കേഷൻ നടത്തിയിട്ടുള്ളത്. 20 തരത്തിലാണ് പ്രമേഹത്തെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അത് ഒന്ന് കഫജപ്രമേഹമാണ്. കഫജപ്രമേഹങ്ങൾ 10 തരത്തിലുള്ള കഫജപ്രമേഹങ്ങളാണ്. ഇത് പ്രമേഹത്തിൻ്റെ ആദ്യ അവസ്ഥയാണ്, പ്രമേഹം തുടങ്ങുന്ന അവസ്ഥയാണ്. ഈ സമയത്ത് അതിനെ സുഖസാധ്യം എന്നാണ് പറയുന്നത്. ഈസി ആയിട്ട് ചികിത്സിച്ച് മാറ്റാൻ പറ്റുന്ന ഒരു അസുഖമാണ്. പക്ഷേ നമ്മൾ ആ സമയത്ത് ചികിത്സിക്കില്ല, നമ്മൾ ലൈഫ് സ്റ്റൈലും മാറ്റില്ല, നമ്മളുടെ തോന്നിയാസങ്ങളൊക്കെ തുടർന്നു പോകും. ഇത്തരം ഒരു കണ്ടീഷനാണ്. അപ്പോൾ അതുകൊണ്ട് ആദ്യത്തെ ഒരു 5 വർഷം, പ്രമേഹത്തിൻ്റെ ഒരു 5 വർഷം വരെ ഒക്കെ അതിൻ്റെ ഒരു ഹണിമൂൺ പീരീഡാണ്. ആ സമയത്ത് നമുക്കൊന്നും അറിയില്ല, നമുക്ക് ഒരു ചേഞ്ചും ഇല്ല, ലൈഫ് സ്റ്റൈലിൽ ഒരു ചേഞ്ചും ഇല്ല. നമ്മൾ മദ്യപിക്കാനുള്ള മദ്യപിക്കും, ആഹാരം തോന്നിയതുപോലെ കഴിക്കും, ഉറക്കം തോന്നിയതുപോലെ, എക്സസൈസ് ഇല്ലായ്മ, ഇങ്ങനെ കുറേയധികം കാരണങ്ങൾ നമ്മളത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ആ സമയത്ത് ശരിക്കും പറഞ്ഞാൽ ചികിത്സിച്ചാൽ വളരെ സുഖസാധ്യമായിട്ടുള്ള അസുഖമാണ് പ്രമേഹം. ഇത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേത് പിത്തപ്രമേഹമായിട്ട് മാറും. പിത്തപ്രമേഹം യാപ്യം എന്നാണ് പറയുക. യാപ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചികിത്സിച്ചാൽ മാറാൻ ബുദ്ധിമുട്ടാണ്, എന്നാൽ മരുന്ന് കൊടുത്ത് കൺട്രോൾ ചെയ്ത് വയ്ക്കാം. അത് അത്തരത്തിൽ 6 തരത്തിലാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ചികിത്സകൾ അതിന് പ്രത്യേകം പറയുന്നുണ്ട്. ഓരോന്നിനും ചികിത്സകൾ പ്രത്യേകം പറയുന്നുണ്ട്. അത് ചികിത്സിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാം. ഈ മഹാരോഗമായതുകൊണ്ട് ഇതിന് ഉപദ്രവ രോഗങ്ങളുണ്ട്. പ്രമേഹത്തിൻ്റെ ഉപദ്രവ രോഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു മേജർ പ്രമേഹമുണ്ട്, അതിനൊപ്പം തന്നെ നമുക്ക് ചെറിയ അസുഖങ്ങൾ, ഇറിറ്റൻസ് ആയിട്ടുള്ള കുറേ അസുഖങ്ങൾ ഉണ്ടാവും. ഉറക്കക്കുറവുണ്ടാവും, കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവും, ലോസ് ഓഫ് ലിബിഡോ ഉണ്ടാവും, നെഞ്ചത്തൊരു ഭാരം കെട്ടി വെച്ചതുപോലെ തോന്നും, ഫറ്റീഗ് ഉണ്ടാവും, എന്നാൽ രാവിലെ എഴുന്നേക്കാൻ മടി ഉണ്ടാവും. ഇതൊക്കെ ചെറിയ ഉപദ്രവ രോഗങ്ങൾ ഇതിനൊക്കെ പറയാം. ഈ ഉപദ്രവ രോഗങ്ങളൊക്കെ ഇതിൻ്റെ കൂട്ടത്തിൽ കാണപ്പെടും. അതാണ് പിത്തപ്രമേഹത്തിൽ കാണപ്പെടുന്ന കാര്യങ്ങൾ. അത് കഴിഞ്ഞിട്ട് വാതിക പ്രമേഹമാണ് അവസാനത്തെ 4 തരം പ്രമേഹങ്ങൾ. വാദപ്രമേഹത്തിലേക്ക് വരുമ്പോഴത്തേക്കും ഈ ഉപദ്രവ രോഗങ്ങൾ കുറെ കൂടെ കൂടുതലായിരിക്കും എന്ന് മാത്രമല്ല, വാതിക പ്രമേഹം അസാധ്യം എന്നാണ് പറയുന്നത്. ഇതും ചികിത്സിച്ചാൽ മാറില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ചികിത്സിക്കാൻ പറയുന്നത്. എന്ന് പറഞ്ഞുകൊണ്ട് ചികിത്സിക്കാൻ പറയും, അല്ലാതെ മാറില്ല അതുകൊണ്ട് കൈവിട്ട് കളയാനല്ല പറയാം. കാരണം ഒത്തിരി കാര്യങ്ങൾ അപ്പോൾ ആ കണ്ടീഷനിൽ പോലും നമുക്ക് ഡോക്ടർമാർക്ക്, വൈദ്യന്മാർക്ക് ഇതിന് കറക്റ്റ് ചെയ്യാൻ പറ്റും, കുറേയധികം സഹായിക്കാൻ പറ്റും. ഒരു രോഗിയുടെ കണ്ടീഷൻ നമുക്ക് സഹായിക്കാൻ പറ്റും. ഇതൊക്കെയാണ് നമ്മളുടെ പ്രമേഹ ചികിത്സയുടെ 3 അവസ്ഥകൾ. ഇനി പ്രമേഹ ചികിത്സയ്ക്ക് എങ്ങനെയാണ് പ്രമേഹ ചികിത്സയിലേക്ക് പോവുക? പ്രമേഹത്തിൽ നമ്മൾ സാധാരണ ചെയ്യുന്ന 3 സ്റ്റേജസ് ആയിട്ട് ചെയ്യും. ഒന്നാമത്തെ സ്റ്റേജ് അത് പലതരം മസാജുകളും കാര്യങ്ങളും ഒക്കെയാണ് ചെയ്യുക. നമ്മൾ പ്രിപ്പറേറ്ററി സ്റ്റേജാണ്.
അതിൽ നമ്മൾ രോഗിയെ നമ്മൾ പ്രിപ്പയർ ചെയ്യുകയാണ്. ആ സമയത്ത് മസാജുകളൊക്കെ നടക്കാം, സ്നേഹപാനം ചെയ്യാം, ചില പ്രത്യേക നെയ്യുകളൊക്കെ സ്നേഹപാനം ചെയ്യാം. ഇതൊക്കെയാണ് ആദ്യത്തെ സ്റ്റേജിൽ ചെയ്യാം. ഇത് കഴിഞ്ഞാൽ രണ്ടാമത്തെ സ്റ്റേജിൽ പഞ്ചകർമ്മ ചികിത്സകളാണ് പറയുക. അതിപ്പോൾ ആളുടെ കണ്ടീഷൻ നോക്കിയിട്ട് തന്നെ വേണം പഞ്ചകർമ്മ ചികിത്സ തീരുമാനിക്കാൻ. കവചപ്രമേഹത്തിൽ പറയുന്ന വമനം പോലെയുള്ള കാര്യങ്ങൾ, ക്ഷമിക്കണം കേട്ടോ, അത് മാറ്റണേ. കവചപ്രമേഹത്തിൽ പറയുന്ന പഞ്ചകർമ്മ ചികിത്സകളായിരിക്കില്ല പിത്തപ്രമേഹത്തിലും വാതപ്രമേഹത്തിലും പറയാം. അതുകൊണ്ട് ആ അവസ്ഥ നോക്കിയിട്ട് തന്നെ പഞ്ചകർമ്മ ചികിത്സകൾ ചെയ്യണം. ഇതിൻ്റെ മൂന്നാമത്തെ സ്റ്റേജായിട്ട് സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഉള്ള ചികിത്സകൾ നമ്മൾ അനുവർത്തിക്കണം. അതിന് രസായന ചികിത്സകളൊക്കെയാണ് ഇവിടെ ചെയ്യേണ്ടത്. രസായന ചികിത്സകളിൽ മരുന്നുകളുണ്ട്, മരുന്നുകൾ കൃത്യമായിട്ട് കഴിക്കണം. അതിൻ്റെ കൂടെ തന്നെ ജീവിത രീതിയിലുള്ള കറക്ഷൻ ഇതിൽ വളരെ അത്യാവശ്യമാണ്. അത് ആചാര രസായനം എന്ന് നമ്മൾ പറയും. ആചാര രസായനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആഹാരം കറക്റ്റ് ചെയ്യാം. നമ്മൾ തോന്നിയതുപോലുള്ള ആഹാര രീതികളൊക്കെ മാറ്റിയിട്ട് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്ന അളവിൽ, പറഞ്ഞിരിക്കുന്ന രീതിയിൽ, പറഞ്ഞിരിക്കുന്ന ആഹാരങ്ങൾ കഴിക്കാം. ഇത് ആഹാരം. അതുപോലെ തന്നെ ഇപ്പോഴത്തെ രീതിയിൽ ഈ ഫാസ്റ്റ് ഫുഡിൻ്റെ എന്താ പറയുക, വളരെയധികം വരുന്നുണ്ട്. ഫാസ്റ്റ് ഫുഡ് വളരെയധികം ഉപയോഗിച്ച് വരുന്നുണ്ട്. ഇത് വലിയൊരു അസുഖത്തിന് കാരണമാക്കുന്നതാണ്. പ്രമേഹ രോഗത്തിന് മാത്രമല്ല, പല ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻസിനും ഇത് കാരണമാകും. അതുകൊണ്ട് അത് കൺട്രോൾ ചെയ്യാം. രണ്ടാമത്തത് വിഹാരം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ആക്ടിവിറ്റീസാണ്. ഇത് പകലുറങ്ങുക, അതുപോലെ തന്നെ ഒരു എക്സസൈസും ചെയ്യാതിരിക്കുക തുടങ്ങിയ കാര്യങ്ങൾ. അതിനു പുറമെ EMI അടച്ചു തീർക്കാനായിട്ട് നെട്ടോട്ടം ഓടുക, ഇതെല്ലാം നമ്മുടെ ജീവിതത്തിലുള്ള സ്ഥിരം കാര്യങ്ങളാണ്. ടെൻഷൻ, രാവിലെ മുതൽ വൈകുന്നേരം വരെ ടെൻഷനിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ നമ്മൾ ജീവിക്കാൻ മറന്നു പോകുന്നുണ്ട്. അപ്പോൾ വിഹാരം, അത് നമ്മുടെ ജീവിത രീതിയെ കറക്റ്റ് ചെയ്യുക, നമ്മുടെ ആക്ടിവിറ്റീസിനെ കറക്റ്റ് ചെയ്യുക, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. 3, വിചാരം ചിന്തകളാണ്. സ്ട്രെസ്സ്, ഭയങ്കരമായ സ്ട്രെസ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് ദിവസം. ഇനി പിറ്റേ ദിവസം എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിൽ സ്ട്രെസ്സാണ്. അതുപോലെ തന്നെ നമ്മൾ നെഗറ്റീവ് തോട്ട്സ്, ഒന്നും ശരിയാവില്ല എന്നുള്ള ചിന്തകൾ, ഇത് ശരിയാവുകയില്ല. നമുക്ക് ഇതിൽ നിന്ന് തന്നെ, ഈ നെഗറ്റീവ് തോട്ടുകളിൽ നിന്ന് തന്നെ പല ഹോർമോൺസും ഉണ്ടാകും. ഈ ഹാപ്പിനെസ് ഹോർമോൺസ് ഉണ്ടാകുന്ന പോലെ തന്നെ സാഡ്നെസ് ഹോർമോൺസും ഉണ്ട്, സ്ട്രെസ് ഹോർമോൺസും ഉണ്ട്. ഇതൊക്കെ ടോക്സിൻ പോലെ ബോഡിക്കകത്ത് വർക്ക് ചെയ്യും. അപ്പോൾ വിഷം പോലെ വർക്ക് ചെയ്യാൻ സാധ്യതയുള്ള അത്രയും പൊട്ടൻഷ്യലുള്ള കെമിക്കൽസാണ്. അപ്പോൾ ഈ കെമിക്കലുകളെ നമ്മൾ ഡീൽ ചെയ്യണം. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോസിറ്റീവ് തോട്ട്സ് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കണം. അതുപോലെ തന്നെ യോഗ, മെഡിറ്റേഷൻ, പ്രാണായാമം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇത് വളരെ നല്ലതാണ് ഈ സമയത്ത്. ഇനി 4ാമത്തെ കാര്യം നിദ്രയാണ്. നിദ്ര കൃത്യമായിട്ട് ഉറങ്ങാൻ കഴിയണം, കൃത്യമായിട്ട് എഴുന്നേൽക്കാനും കഴിയണം. നമ്മൾ ഉറങ്ങുമ്പോൾ സുഖമായിട്ട് ഗാഠനിദ്രയിൽ ഉറങ്ങാൻ പറ്റണം. അതിന് എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിന് നമുക്ക് ബോഡിക്കൊരു റിഥമുണ്ട്. നമ്മുടെ ബോഡി സൈക്കിൾ, ആ റിഥം സ്റ്റാർട്ട് ചെയ്യുന്നത് രാവിലെയാണ്. രാവിലെ ഒരല്പം വെയിൽ കൊള്ളുക, ഒന്ന് നടക്കുക, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ്. അപ്പോഴേ നമ്മുടെ ബോഡി റിഥം വർക്ക് ചെയ്ത് തുടങ്ങും. അത് അപ്പോൾ അങ്ങനെ ആകുമ്പോൾ കറക്റ്റ് സമയമാകുമ്പോൾ, വൈകുന്നേരം ആകുമ്പോൾ, ഇപ്പോൾ ഉറങ്ങേണ്ട സമയമാണെന്ന് ബോഡിക്ക് മനസ്സിലാവും, ബോഡി ഉറങ്ങും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് വേണമെങ്കിൽ മരുന്നുകളൊക്കെ ഇനീഷ്യലി നമുക്ക് കൊടുക്കാനൊക്കെ സാധിക്കും. ധാരാളം മരുന്നുകൾ കൊടുക്കേണ്ട അവസ്ഥയുണ്ട്. ഒട്ടും ഉറക്കമില്ലാത്ത ആളുകളൊക്കെ ഇവിടെ വന്നിട്ട് ചികിത്സിച്ച് പോകാറുണ്ട്. അപ്പോൾ അതിൽ പിന്നെ ശിരോവസ്തി, ശിരോധാര, അതുപോലെയുള്ള ചികിത്സകൾ നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട് ഉറങ്ങാനായിട്ട്. ഇൻറ്റേർണലി മരുന്നുകൾ, സ്ട്രെസ് കുറയ്ക്കാനും ഒക്കെയുള്ള ഇൻറ്റേർണലി ഉള്ള മരുന്നുകളുണ്ട്. ഡീടോക്സ് വളരെ അത്യാവശ്യമാണ്. കാരണം ഈ ടോക്സിൻസ് അക്യുമുലേറ്റ് ചെയ്തിട്ടാണ് പലപ്പോഴും ഈ അസുഖങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്.